ഇന്നൊരു ഔട്ടിംഗ് വീഡിയോ ആണ് കേട്ടോ. കുറേ ആയി ഞാൻ കണ്ണനെ പുറത്തൊക്കെ കൊണ്ടുപോയിട്ട്. ഞാൻ പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പേ എങ്ങാനും കണ്ണനെ കൊണ്ടുപോയതാണ് കേട്ടോ പുറത്ത്. അതിനുശേഷം കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മോളൂസും ഞാനും ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എനിക്കിന്ന് പുറത്ത് പോകണം, അപ്പോൾ കണ്ണനെയും കൂട്ടാന്ന്. കൂടെ മോളൂസും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ മേലൊക്കെ കഴുകി ഡ്രസ്സ് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ ഞാൻ ഇടുന്നത്. എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരുവിധം ഡ്രസ്സൊക്കെ എൻ്റെ ബ്ലാക്ക് ആയിരിക്കും. അപ്പോൾ സിമ്പിൾ ഒരു എന്താ മേക്കപ്പ് എന്ന് പറയാം. അവർ കണ്ണെഴുതുന്നുണ്ട്, പിന്നെ ഒന്ന് ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ ഒരു വാച്ച്, കമ്മൽ, പിന്നെ ഒന്ന് പെർഫ്യൂം. അത്രയേ ഉള്ളൂ കേട്ടോ. ഇതാണ് സിമ്പിൾ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ ഞാൻ ഇതേപോലൊരു പോൺടെയിൽ കെട്ടുന്നുണ്ട്. പിന്നെ വാവേനെ വീട്ടിൽ അമ്മേനെ ആക്കിയിട്ട് പോവാണ്. അപ്പോൾ അതിനനുസരിച്ച് വേണം ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡെലിവറിക്ക് ശേഷം നന്നായിട്ട് മുടി കൊഴിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കും അത് ശരിക്കും അനുഭവമായിട്ടുണ്ട്. കാരണം ഈ ഇടയായിട്ട് നല്ല മുടി കൊഴിച്ചിലാണ് കേട്ടോ. ഭയങ്കരമായിട്ട് എനിക്ക് ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഒട്ടും മുടി കൊഴിച്ചിലുണ്ടായിരുന്നില്ല. അതിന് മുമ്പേ ഉണ്ടായിരുന്ന മുടി കൊഴിച്ചിൽ പോലും കൺട്രോൾ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതെല്ലാം കൂടി ഇപ്പോൾ ഒന്നിച്ച് പറഞ്ഞ് പോരുന്നുണ്ട്, അങ്ങനെ പോകുന്നുണ്ട്. ഈ ഒരു ലിപ്സ്റ്റിക്ക് മെബിലിൻ്റെയാണ്, പക്ഷെ എനിക്ക് ഷെയ്ഡൊന്നും അറിയില്ല, കാരണം അതെല്ലാം പോയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്പ്രേ ഇല്ലേ, അത് മൗറീഷ്യസ് ഞാൻ നിൽക്കുന്ന സമയത്ത് എനിക്ക് ബർത്ത്ഡേൻ്റെ അന്ന് ഒരു ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. നല്ല സ്മെല്ലാണ്. അങ്ങനെ ഞാൻ ഓട്ടോയിലാണ് കേട്ടോ പോകുന്നത്. ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന റോഡാണ്, ഫുള്ള് വെള്ളമാണ്. പോകുന്ന വഴിക്കാണ് ഞാൻ കണ്ണനെയും മോളൂസിനെയും പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പോകുന്നതിൻ്റെ ഒരു 10-15 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പം ഞാൻ എന്തായാലും ഓട്ടോയിലാണ് പോകുന്നതും വരുന്നതും. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ കണ്ണനെയും കൊണ്ടുപോകാം. കുറേ ആയി അവങ്ങനെ പറയാറുണ്ട് ഞങ്ങൾ പോകുമ്പം വരട്ടെ എന്ന്. പിന്നെ എനിക്ക് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു പേടി കൊണ്ടാണ് ഞാൻ കൊണ്ടുപോകാൻ കേട്ടോ. മെയിനായിട്ട് ഞങ്ങൾ ഇന്ന് പുറത്ത് എന്തിനാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ആഴ്ച മുന്നേ എൻ്റെ 2 പല്ല് പറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്താണ് ഞാൻ വീട്ടിലേക്കുള്ള എല്ലാ സാധനവും വാങ്ങാറുള്ളത്. അങ്ങനെ എപ്പോഴൊന്നും പുറത്ത് പോകാത്തതുകൊണ്ട് തന്നെ ഒന്നും വാങ്ങാറില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ പോകുമ്പം പറ്റുന്ന ഒരുവിധം പച്ചക്കറി ആണെങ്കിലും അല്ലാത്ത ഐറ്റംസ് ആണെങ്കിലും ഒക്കെ ഞാൻ വാങ്ങിയിട്ട് പോവലാണ്. അങ്ങനെ ഞങ്ങൾ ദന്തലിൻ്റെ ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു പച്ചത്തുള്ളനാണോ ചീവീഡ് ആയിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അത് ഇങ്ങനെ അവൻ തൊടുന്നുണ്ട് കേട്ടോ. അവൻ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും തൊടുന്നതിനൊന്നും ഒരു പേടിയില്ല. അല്ലാത്ത കാര്യത്തിനൊക്കെയാണ് ചെറിയ പേടിയൊക്കെ ഉള്ളത് കേട്ടോ. അങ്ങനെ എൻ്റെ സ്റ്റിച്ചൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് കേട്ടോ. കാരണം ഞാൻ കണ്ണനോട് അത് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഫുഡൊക്കെ കഴിക്കാം എന്നുള്ളതാണ്. വേറെ ഐറ്റംസും കാര്യങ്ങളൊന്നും വാങ്ങിക്കൊടുക്കാനൊന്നുമല്ല, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് പോവാം, ഫുഡ് കഴിക്കുക എന്നുള്ളൊരിതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ നമ്മുടെ അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാർ ഹോട്ടൽ എന്നും പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലുണ്ട്. നല്ല ഹോട്ടലാണ്, നല്ല ഫുഡും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ദന്തൽ ക്ലിനിക്കിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് കേട്ടോ. അപ്പം അവിടേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ 3 പേരും ബിരിയാണിയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ചിക്കൻ കൊണ്ടാട്ടം അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളിങ്ങനെ ഇതൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായി നമുക്ക് എന്തെങ്കിലും വെറൈറ്റി ട്രൈ ചെയ്യായിരുന്നു എന്ന്. ഞങ്ങളെപ്പം പുറത്ത് പോവുകയാണെങ്കിൽ ചായക്കടിയായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ പഴംപൊരി അല്ലെങ്കിൽ പപ്സ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പിന്നെ ചോറായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ ബിരിയാണി അങ്ങനത്തെ കഴിക്കുള്ളൂ കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ വെച്ചെന്നാൽ നമുക്ക് ഒരാൾക്ക് ന്യൂഡിൽസ് ആക്കായിരുന്നു, ഇല്ല ഒരാൾക്ക് വേറെ എന്തെങ്കിലും ഈ ഫലാഫിൽ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു ഫുഡ് ഉണ്ടായിരുന്നില്ല, അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പിന്നെയാണ് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളൊരു ബിരിയാണി ഫാനാണ്, ഞങ്ങൾക്ക് മന്തിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാരാണ്. നല്ല ടേസ്റ്റുള്ള ഫുഡാണ് കേട്ടോ. കണ്ണന് എരു തീരെ പറ്റില്ല കേട്ടോ. വീട്ടിലാണെങ്കിലും എരുട്ട ഒരു ഫുഡും അവൻ കഴിക്കാറില്ല. അങ്ങനെ ഈ ഒരു ചിക്കൻ കൊണ്ടാട്ടം ഞങ്ങൾ കണ്ടപ്പോൾ വിചാരിച്ചാൽ അവന് തീരെ പറ്റുണ്ടാവില്ല. പക്ഷെ തീരെ എരിവില്ലാത്ത ഫുഡായതുകൊണ്ട് തന്നെ ആ ഒരു ചിക്കൻ അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ ബിരിയാണിയിലുള്ള ചിക്കൻ അവന് വേണ്ടാന്ന് പറഞ്ഞിട്ട് അത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി കുറച്ച് അല്ലറ ചില്ലറ ഐറ്റംസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഫാൻസിയിലാണ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മോളൂസിന് എന്തോ ഒരു റോളോണോ പെർഫ്യൂമോ എന്തോ വാങ്ങണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ്. പിന്നെ വീട്ടിലേക്ക് ഇത്തിരി പലഹാരം വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പലഹാരം വാങ്ങുന്നുണ്ട്. ഇനി ഞങ്ങൾക്കുള്ള പരിപാടി എന്ന് പറയുന്നത് വീട്ടിലേക്ക് കുറച്ച് പലചരക്ക് ഐറ്റംസും പിന്നെ പച്ചക്കറിയൊക്കെ വാങ്ങാനുണ്ട് കേട്ടോ. അതിനു മുമ്പേ കണ്ണന് നമ്മുടെ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കണം എന്നും പറഞ്ഞിട്ട് അവക്കാഡോ വാങ്ങാൻ വേണ്ടി പോയതാണ്. അത് എങ്ങനെ
എങ്ങനെ വാങ്ങണമെന്ന് ഇതുവരെ ഞങ്ങൾ വാങ്ങാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ലേ പച്ചയാണോ പഴുത്തതാണോ എന്നൊന്നും. അങ്ങനെ ഞങ്ങൾ വാങ്ങി വീട്ടിലെത്തുകയും ചെയ്തു. പക്ഷെ അത് പച്ചയായിരുന്നു, അതിനെക്കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായിരുന്നില്ല കേട്ടോ, ഭയങ്കര കഴുപ്പായിരുന്നു. അങ്ങനെ അതെല്ലാം വാങ്ങി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്ന പച്ചക്കറി മാർക്കറ്റിലുണ്ടായിരുന്ന ഒരു പെറ്റ് ഷോപ്പാണ് കേട്ടോ. ഞങ്ങൾ മുന്നേയും പോയിട്ടുണ്ടായിരുന്നു, അവിടെയുള്ള കുറച്ച് ഇതൊക്കെ കണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ണൻ ഇന്ന് ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് തന്നെ കണ്ണനെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ പോയി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലേക്ക് മീനും ചിക്കനും അതും വാങ്ങുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് ഇത് മുറിച്ച് നോക്കുമ്പോഴാണ് ഇതേപോലത്തെ ഒരു അവസ്ഥയിൽ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പച്ചയാണ്, പൈസ വെറുതെ പോയി എന്ന് പറഞ്ഞാൽ മതി. ഇത് ഞാൻ റീസെൻ്റായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്ന ലൈറ്റാണ്, നല്ല അടിപൊളി ലൈറ്റാണ്. നൈറ്റൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ലൈറ്റാണ് കേട്ടോ. അപ്പോൾ അത് കണ്ണൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതെന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റിയിൽ അവൻ ചോദിച്ചതാണ് കുത്തട്ടെ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കുത്തിത്തരാമെന്ന് പറഞ്ഞ് ഞാൻ കുത്തി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വാവ എണീറ്റു. വാവേനോട് ഇത്തിരി നേരം കണ്ണൻ കഥയൊക്കെ പറഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേലും കണ്ണനും മോളൂസും വീട്ടിലേക്ക് തിരിച്ചു പോയേ. അപ്പോൾ ഞാൻ ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.